ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിൻവീൽ പിസ്സ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഇതിനുള്ള ഡോ കുഴച്ചെടുക്കാൻ 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാല്. ഈ പാലിന് പുറമെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കുഴച്ചെടുക്കുമ്പം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവൻ ചേർത്തിട്ടില്ല, കുറച്ചവിടെ ബാക്കി വെച്ചിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തു. ഒരു ടീസ്പൂൺ ബട്ടർ, ഇനി ഇതൊന്ന് റസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് റസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അതിലേക്ക് മാവ് വെച്ചിട്ട് അടച്ച് വെച്ച് റസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 3-4 മണിക്കൂർ നേരം വെക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ചെറിയ സവാള കട്ട് ചെയ്തതും ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തതുമാണ്. പിന്നെ ഒരു ചിക്കൻ ചെസ്റ്റിൻ്റെ പകുതി ഞാൻ ഉപ്പിട്ട് വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലെ എയർ ബബിൾ കളയാം. 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം എയർ ബബിൾ നല്ലോണം കളഞ്ഞ ശേഷം ഒന്ന് കുഴയ്ക്കുക. സ്ലൈറ്റായിട്ടൊന്ന് കുഴച്ച ശേഷം ഇത് കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കണം. അത് പരത്തിയെടുത്ത ശേഷം ഫില്ലിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബാർബിക്യൂ സോസാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇവിടെ എല്ലാവർക്കും ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. അത് വേണമെങ്കിൽ മാത്രം എടുക്കുക. അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതേ രീതിയിൽ റോൾ ചെയ്ത് എടുക്കണം. ഇനി അത് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരെണ്ണം മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പീസ് മാറ്റി വെച്ചത് കൂടെ പരത്തിയെടുത്തിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. എല്ലാം റോൾ ചെയ്തെടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. വീണ്ടും കുറച്ചുകൂടെ ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി എഗ് വാഷ് ചെയ്യണം. ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം ബട്ടറും ഉപയോഗിക്കാം. എഗ് വാഷ് ചെയ്ത ശേഷം ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യുക. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ 10 മിനിറ്റിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഈ ഡിഷ് വെച്ച് കൊടുത്തിട്ട് 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്ത് എടുക്കുക.
ഇത് സ്റ്റൗ ടോപ്പും ചെയ്തെടുക്കാൻ പറ്റും. ഉപ്പിട്ടിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേ രീതിയിൽ ഇതും ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.